നല്ല വെള്ളമാണ്, ഉപ്പ് തണ്ണിയല്ല, നല്ല തണ്ണിയാണ്. നല്ല ഇവിടെ നേരതാ കടലിതാ, ഇത് കടലിൽ മൊത്തം ഉപ്പ്. പക്ഷെ അതാ ഈ കിണറ്റില് നല്ല തണ്ണി. ഈ തണ്ണിയാണ് ഇവര് കുടിക്കാനൊക്കെ എടുക്കുന്ന തണ്ണി. കേരളയിൽ നിന്ന് വരും. കേരള വന്നിരിക്കാ വെള്ളം കയറി. ഇവിടെ വെള്ളം ഇങ്ങനെ കേറുന്നുണ്ട്. മൊത്തമായിരിക്കും വെള്ളം. ധനുഷ്കോടിയിൽ വന്നിട്ട് നല്ല മീൻ നമ്മളെ ഈ കടലിൽ നിന്ന് പിടിച്ചിട്ട് കഴിക്കുന്നത് കണ്ട. ഇതാണ് ഫുഡ്. നല്ല പ്രതീക്ഷയിലാട്ടോ ശ്രീലങ്ക കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും. ധനുഷ്കോടി 1 കിലോമീറ്റർ കേട്ടോ, 0.1 കിലോമീറ്റർ ആണ്. ഇത് നമ്മൾ എത്തിക്കഴിഞ്ഞു. നിങ്ങൾക്ക് അതേ കാഴ്ചകൾ നമ്മളിതാ ഇവിടെ ഒരു കടയിൽ കയറിയിട്ടുണ്ടാ, ശക്തി ഹോട്ടൽ. ഇവിടെ കയറിയപ്പോൾ ഇവിടെ നല്ല മീനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഒന്ന് കയറി നോക്കട്ടെ. പൊരിച്ചു തരുന്നാണ് പറയുന്നത്. അയ്യോ ഇതെന്ത് മീൻ? നമ്മളെ പുതിയാപ്പിളക്കോരല്ലേ? നമ്മളെ കേരള പുതിയാപ്പിളക്കോരന്റെ മാതിരി കീർക്ക് കേരള ഉള്ളത്. ആ ഇതെന്ത് മീന്? ഇത് വന്ന് ഓരാ, നല്ല ടേസ്റ്റാ. എന്താ പേരെന്താ? ഇത് നമ്മ ഊരിലെ ഓരാൻ. ഇതൊക്കെ ഇതോ ഈ മീനോ? ഇതൊക്കെ ചൂണ്ടലിട്ട് പിടിക്കണം, എങ്ങനെ പിടിക്കണം ഇതൊക്കെ? വലയില് കരവല. നീളത്തിലുള്ള കരവലയില് പിടിക്കണം. ഇതാ ഇവിടെ ഫുഡൊക്കെ ഉണ്ടാക്കണ. ഹായ്, എന്താ കേങ്ങോ? ഉരുളക്കിഴങ്ങ്. എന്നിട്ട് എങ്ങനെ ഇങ്ങനത്തെ ഒരു കത്തി? ഞങ്ങളവിടെ ഇങ്ങനത്തെ ഒരു കത്തിയല്ല, പക്ഷെ ഇവിടെ വേറെ. പക്ഷെ ഇത് ഇറക്കാതെ കത്തി ഇറക്കും. കത്തി കട്ട് ചെയ്യാം. സിമ്പിളായിട്ട്. ഇവിടെ ഫുഡ് ചെയ്യുന്നവരെ കിണറതാ. ഫുഡ് പാകം ചെയ്യട്ടെ. ഇവരിവിടെ വല ഇതായിരിക്ക്, കരവലയാണ് കേട്ടോ. ഇത് കരവല. ഇവർ ഈ വലയിലാണ് അപ്പൊ മീനൊക്കെ പിടിച്ചു തരണം. വലിയ മീനിനൊക്കെ പിടിച്ചു തരണത് ഇപ്പൊ ഈ വലയിലാണ്. ഇവർ അടുക്കള കേട്ടോ. അത് ഈ ഹോട്ടലിലത്തെ അടുക്കള. ഇവിടെ ഗ്യാസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സാധാ അടുപ്പുണ്ട്. ചോറൊക്കെ ഉണ്ടാക്കാനുള്ള നല്ല അടുപ്പ്. ഇത് കിണറാട്ടോ. നോക്കി കിണറ് അധികം കുണ്ടൊന്നുമില്ല, പക്ഷെ നല്ല വെള്ളം തോന്നുന്നുണ്ട്. ഇവിടെ നിന്നാണ് ഇവർ ഇതിന് വേണ്ടിയുള്ള വലിയ വെള്ളം എടുക്കുന്നത്. ഉപ്പ് തണ്ണി ഈ കിണറില് നല്ല തണ്ണി കുടിക്കാനൊക്കെ പറ്റും. ഈ കിണർ നല്ല തണ്ണിയാണ് കേട്ടോ. കാരണം കടൽ ഇതിന് നേരെ ഇപ്പുറത്താണ് കടൽ. പക്ഷെ ഇതിൽ നല്ല തണ്ണിയെന്ന് പറയുന്നത്. ഇവർ ഈ വെള്ളം കേട്ടോ കുടിക്കുന്നത്. പക്ഷെ നല്ല വെള്ളമാണ്, ഉപ്പ് തണ്ണിയല്ല, നല്ല തണ്ണിയാണ്. നല്ല ഇവിടെ നേരതാ കടലിതാ, ഇത് കടലിൽ മൊത്തം ഉപ്പ്. പക്ഷെ അതാ ഈ കിണറ്റില് നല്ല തണ്ണി. അതാണ് ഈ തണ്ണിയാണ് ഇവര് കുടിക്കാനൊക്കെ എടുക്കുന്ന തണ്ണി. നിന്ന് വരും. കേരള വന്നിരിക്കാ. അണ്ണാത് എന്ത് മീന് പേര്? വെങ്കട മീനായിട്ട് നമുക്ക് വേണ്ടി പൊരിക്കുന്നത് കണ്ടോ. പൊരിച്ച് കണ്ട് എടുക്കുന്നത് കണ്ടാ. നല്ല ചോറ് എടുക്കണേ. ഇത് പൊരിച്ചിട്ട് ഒരു തട്ടും. അങ്ങനെ ഇതില് വേറെ മീൻ. ഇതാണ് നമ്മള് മീൻ. സാപ്പാട്
മീൻ കുളമ്പ് അല്ലേ? മീൻ കുളമ്പ്. ആ ഞാൻ കൊടുത്തോളാം, ഞാൻ കൊടുത്തോളാം. ആർക്ക് കൊടുക്കണം? ഞാൻ കൊടുക്കും. ഇங்கே കൊടുക്കണം. எங்க தலை இங்க இருக்கு, அங்க வால் இருக்கு. അമ്മച്ചാ കഷ്ടപ്പെട്ടു. സൂപ്പറാ? സൂപ്പർ കുളമ്പ്, സൂപ്പർ സൂപ്പർ കുളമ്പ്. மீன் எடுக்க முடியாது இதுல. இது யாரு போட்டா? நீ தானே? സാരല്ല സാരല്ല. അതൊക്കെ പാക്കുന്നേன். മീൻ ഇതാ എത്തിക്കഴിഞ്ഞു. ചെറുമീൻ എത്തി. സാപ്പാട് മീൻ കേട്ടോ. ഇത് സാപ്പാട് മീന്. അടുത്ത പൊരിക്കുന്നുണ്ട് അവിടെ. സിക്കർ എങ്ങനെ ഇരിക്ക്? ധനുഷ്കോടിയിൽ വന്നിട്ട് ഇതാ നല്ല മീൻ കേട്ടോ. നമ്മളെ ഈ കടലിൽ നിന്ന് പിടിച്ചിട്ട് ഇതങ്ങനെ കഴിക്കുന്ന കണ്ട. ഇതാണ് ഫുഡ്. ഓ നെക്സ്റ്റ് മീൻ കേട്ടോ. നെക്സ്റ്റ് മീൻ വേണ്ട. തല മുറിച്ചെടുത്ത് നദിയിൽ ഒഴിക്കണം. ഫുള്ള് തീർക്കല്ലേ? മീനും കൊണ്ടാ വേറെ ലെവൽ. മനസ്സിലാ അമ്മച്ച നല്ല സ്നേഹിക്കണ്ടല്ലോ. ഒന്ന് കഴിച്ചേ. ഇന്ന് തന്നെ ഒന്ന് നുള്ളി കഴിച്ചേ. സെക്കീറ ഒന്ന് നുള്ളി കഴിച്ചോക്കെ. അങ്ങനെ ടേസ്റ്റാ? വിയർത്തിന് വിയർത്തിന് ഇത്ര ആയിട്ടോ. ഫുഡ് കഴിച്ച് ഇത്ര ആയി. വേണ്ടാ ഓഫലൊക്കെ അമ്മ തീറ്റി. സെക്കീര അമ്മ തീറ്റി. ആ രസം. അങ്ങനെതാ ഈ അവസ്ഥയൊക്കെയായിട്ടാ. പൊളിഞ്ഞാടിക്കണ ഏറ്റവും ലാസ്റ്റ് പോകാനുള്ള ഗുണമല്ല. അവിടെ ലാസ്റ്റ് അവിടെ കണ്ടു കഴിച്ചാൽ ലാസ്റ്റ് വരെ കേരള തമിഴ്നാട് ബസ് ഉണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോ റേഞ്ച് ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ ടവറിൽ കയറാൻ പറ്റൂല. തിങ്കളാഴ്ച ലീവാണ് ഇവിടുത്തെ ടവർ. ജോലിക്ക് പോവാട്ടോ. മീൻ പിടിക്കാൻ കരവലറ്റ് പോവുള്ളൂ. കരവല ഇഷ്ടം പോലെ ആളുകളുണ്ട് കേട്ടാ. ഈ വെയിലത്തൊക്കെ അമ്മച്ചി ഇരിക്കണമൊക്കെ സിനിമ ചൂടാ. അങ്ങനെ ലാസ്റ്റ് ധനുഷ്കോടി എത്തിയിട്ട് ഗായ്സ്. ധനുഷ്കോടി ലാസ്റ്റ് ഇതാ നമ്മളെ ഇന്ത്യയുടെ ലാസ്റ്റ് ഭാഗം. പാക്ക് കടലിടുക്ക് എന്നൊക്കെ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് ധനുഷ്കോടി. അങ്ങനെ ഗൈസ് നമ്മളിതാ ധനുഷ്കോടി എത്തി. ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാലാണ് ശ്രീലങ്ക കാണാ എന്ന് പറയുന്നത്. പക്ഷെ കുറച്ച് നൈറ്റ് ആയിരിക്കണം എന്നാലേ കാണാൻ പറ്റുള്ളൂ. ആ ടവറിന്ന് കയറിയാലേ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ആ ലൊക്കേഷൻ കണ്ടോളി. ധനുഷ്കോടിയിലെ തിരക്കാട്ടോ. നല്ല തിരക്കാണ്. വണ്ടിയൊക്കെ ഈ സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇതാണ് ധനുഷ്കോടിന്റെ ഒരു റൗണ്ട്. ഈ റൗണ്ടിലാണ് ഈ സംഭവങ്ങൾ വരുന്നത്. ആണ് ധനുഷ്കോടി. കേട്ടോ വെള്ളം കേറി വരുന്നുണ്ടോ? വെള്ളം ഇടയ്ക്ക് നന്നായിട്ടാണ്ട് കേറി വരുന്നുണ്ട്.
കേട്ടോ വെള്ളം കയറി. ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട്, ക്യാമറ ഉണ്ട്. ഫോട്ടോ എടുത്തു കൊടുക്കും, 100 രൂപ ഒരു ഫോട്ടോയ്ക്ക് 100 രൂപ കേട്ടോ. ശ്രീലങ്ക എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് നോക്കില്ലതാവും. നല്ല പ്രതീക്ഷയിലാട്ടോ ശ്രീലങ്ക കാണാൻ വേണ്ടിട്ട് എല്ലാവരും ഇതിൽ നോക്കുന്നത്. എത്ര ആൾക്കാരാണ്. അങ്ങനെ നമ്മള് പല പ്രതീക്ഷകളും ഉണ്ടായത്, പലയിടത്തേക്ക് പോകുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മളിവിടെ എത്തില്ലേ, ധനുഷ്കോടി എത്തി മക്കളെ. ധനുഷ്കോടി ഇത്രയും ആളുകളാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. നട്ടുച്ച സമയം ഇത്ര ആളുകളായി വെയിലും കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇന്ത്യയുടെ ലാസ്റ്റ് പോയിന്റ്. വെള്ളം ഇങ്ങനെ കേറുന്നുണ്ടോ, പെട്ടെന്നായിരിക്കും വെള്ളം കയറുന്നത്. അവിടെ സേഫ്റ്റി ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാർ വെള്ളം കയറുന്നതാ. ഇങ്ങനെ വെള്ളം ഇങ്ങനെ കയറി നോക്കാൻ പോട്ടെ. ശ്രീലങ്ക കാണാൻ പോകുന്നു, നോക്കട്ടെ. ലക്കരിയാ കാണുവോ? എന്നെ തച്ചല്ലെന്ന് പറഞ്ഞേ, കണ്ടിട്ടില്ലേ? പൈസ കൊടുത്ത് കണ്ടിട്ടില്ലേ? നോക്കട്ടെ, കണ്ടോക്കട്ടെ. സ്റ്റാർട്ടിംഗ് പോയിന്റോ എത്ര? 20 റുപ്പീസ്. ₹20 വേണ്ട നോക്കണമെങ്കിൽ 20 രൂപ. पहले पानी दिख रहा ना, वाटर पहले वाला पानी का 2 समुद्र संगम, सागर, बंगाल का सागर. पीछे मिट्टी, क्रॉस मिट्टी दिख रहा ना, क्रॉस मिट्टी रामा से स्टार्टिंग पॉइंट. पानी के पीछे लास्ट में काला काला टॉप लाइट पिलर दिख रहा ना, छोटा सा पिलर. हां पिलर दिख रहा है. इंडिया श्रीलंका बॉर्डर, श्रीलंका लाइट हाउस टावर. കാണുന്നുണ്ടല്ലോ സക്കീറ, സക്കീറ ഇവിടെ കാണുന്നുണ്ട്. അത് സക്സസ്, അത് ഫെയിൽ ആയി തോന്നുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ പറയുന്നത്. ആളൊന്ന് നോക്കി ചെക്ക് ചെയ്ത് പറയണ്ട എന്താ എന്തൊക്കെയാന്നുള്ളത്. കാണുന്നുണ്ടോ? കുമ്പളകോപ്പ് കാണുന്നുണ്ടോ? ഓരോ ഏരിയ കളക്ട് ചെയ്യട്ടെ സംഭവം. അപ്പൊ കണ്ടില്ലേ? എന്ത് കണ്ട് അവിടെ പോയിട്ട്? എന്ത് കണ്ട് അവിടെ? എന്ത് കണ്ട്? ചെറിയൊരു മൂടി ടോപ്പ് പോലെ സംഭവം. ആ 3 പേർ കൂടെ 50 എടുത്തു. എങ്ങനെ തന്നെ? എവിടെ? മഞ്ചൂര് കൊടുക്കാം. ശരി. അപ്പൊ എത്ര ദിവസം ഇങ്ങോട്ട് വന്നിട്ട്? 3 ദിവസമായില്ലേ? നിങ്ങള് കറങ്ങനെ അടിച്ചു പൊളിച്ച നടക്കുക. ഓക്കെ ഓക്കെ. കോടതിയിൽ ആരോഗ്യവകുപ്പ്. ഓക്കെ. എവിടെ സ്ഥലം? കറക്റ്റ് പ്രോപ്പർ സ്ഥലം എവിടെ? മലങ്കിയില്. ഓ ഞങ്ങള് മലപ്പുറം കോട്ടക്കൽ ഭാഗത്ത്. അവിടെ നിന്നാണ് വരണേ. ഓക്കെ. രാമേശ്വരത്ത് ഞങ്ങള് മധുര ക്ഷേത്രത്തിൽ പോയി അവിടെ ഒക്കെ കറങ്ങി വന്നിട്ട്. മധുര ക്ഷേത്രത്തിൽ ഉള്ളൊക്കെ നല്ല കാണാണ്ട്, നല്ല സൂപ്പർ. പളനി പോയി. പളനി പോയി. പളനി രാത്രി പോണം. നല്ല വ്യൂ ആണ്. വീട്ടിൽ
എന്നാ ഓക്കെ ശരി കാണാം. അപ്പൊ ഓക്കെ ശരി. തിരുവനന്തപുരത്തിന് അവിടെ ഉണ്ടായിരുന്നു, അവിടെ വലിയമലല്ലേ? ആ വലിയമല അവിടെ ട്രെയിനിങ് ആയിട്ട് ISR 2 വർഷം ട്രെയിനിങ് കോൺട്രാക്ട് ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഒന്ന് നോക്കി കാണാം. ഞാൻ അവിടെ വരുമ്പോഴൊക്കെ എവിടെ കാണാം വെച്ച് കാണാം. വെള്ളം ഇന്റർനാഷണൽ ബംഗാൾ സംഗമം மறந்துட்டு அது ராமர் பாலம் போட்டு போனால் பாலம் அப்புறத்து வெள்ளம் தூரத்தில் கரெக்டா അത് മാത്രമല്ലേ വേറെ ஸ்ரீலங்கா லைட் ஹவுஸ் டவர் 32 கிலோமீட்டர் ஸ்ரீலங்கா தலைமன்னார் லைட் ஹவுஸ் டவர். അങ്ങനെ ധനുഷ്കോടിയിൽ നിന്ന് പിരിയാട്ടോ എല്ലാവരും. ഇതാ നമ്മളെല്ലാവരും വണ്ടിയിൽ കയറി ധനുഷ്കോടിയിൽ നിന്ന് അതാ പോവാണ് നേരെ കേരളത്തോട്ട് പിടിക്കാണ്. അതാ എല്ലാവരും നമ്മൾ വിട പറയണം. അപ്പൊ ടാറ്റ ബൈ ബൈ, ശ്രീലങ്കയോട് ടാറ്റ ബൈ ബൈ.